മെട്രോ ന്യൂസ് ചാനലിന്റെ ജനമനസ്സിനൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂർണ്ണ ജനപിന്തുണയോടുകൂടി വിജയിച്ച 15 വർഷത്തോളം കൗൺസിലറായി നിന്ന വൻ ഭൂരിപക്ഷത്തോട് കൂടി തന്നെയാണ് അദ്ദേഹം വിജയിച്ചത്. നമ്മുടെ പെരുമ്പാവൂർ നഗരസഭയിലെ വാർഡ് 1 റയോൺപുരം നോർത്തിൽ LDF മത്സരിക്കുന്ന VP ബാബു സാറാണ് നമ്മളോടൊപ്പം ജനമനസ്സിനൊപ്പം എന്ന പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മെട്രോ ന്യൂസ് ചാനലിന്റെ ജനമനസ്സിനൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം സർ. നമസ്കാരം. ഇപ്പൊ ഒരു 15 വർഷത്തോളം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല, വലിയൊരു കാലയളവ് തന്നെയാണ്. അപ്പൊ ഈ ഒരു 15 വർഷം നിന്ന് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതുകൊണ്ടായിരിക്കും വീണ്ടും സാറിനെ തന്നെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും കാരണം. അപ്പം ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണോ ഇത്തവണ ഈ മത്സര രംഗത്തേക്ക് വന്നേക്കുന്നത്? പെരുമ്പാവൂർ നഗരസഭയിൽ കഴിഞ്ഞ 15 വർഷം കൗൺസിലറായിരിക്കെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ എൻ്റെ വാർഡിലും എൻ്റെ പ്രദേശത്തും അതുപോലെ തന്നെ പെരുമ്പാവൂർ നഗരത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്കും വേണ്ടി ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൊല്ലം 1-ാം വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ 2000-ലാണ് ഞാൻ ആദ്യമായി കൗൺസിലറാകുന്നത്. ആ വർഷത്തിൽ തന്നെ അവിടെ മണൽക്കടവ് ഉണ്ടാവുകയും ആ മണൽക്കടവിലെ തൊഴിലാളികളുടെ നിരന്തരമായ പരിശ്രമം കൊണ്ട് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് എനിക്ക് സഹായകരമായ നിലയിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ വഴി 5 സെൻറ്റ് സ്ഥലം വാങ്ങി അവിടെ ഒരു അംഗൻവാടി കെട്ടിടം പണിതുയർത്തിയത് ഏറ്റവും വലിയ ഒരു വികസന നേട്ടമായി ഞാൻ കാണുകയാണ്. അതുപോലെ തന്നെ അവിടെ ഒരു വാർഡ് കേന്ദ്രം സ്ഥാപിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അവിടെ സ്കൂളിൻ്റെ നവതി ആഘോഷത്തിനും അതുപോലെ തന്നെ ശതാബ്ദി ആഘോഷത്തിനും 2 വലിയ കെട്ടിടങ്ങൾ അവിടെ പണിതുയർത്തുവാൻ അതിന് നേതൃത്വം നൽകുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ വാർഡിൻ്റെ അകത്ത് ഗതാഗത സൗകര്യം ഒട്ടുമില്ലാതിരുന്ന 2 പ്രദേശത്ത് കൊച്ചങ്ങാടി കനാൽ ബണ്ട് റോഡും അതുപോലെ തന്നെ വല്ലം ലിറ്റിഗേഷൻ കനാൽ ബണ്ട് റോഡും വീതി കൂട്ടി പുതിയതായി നിർമ്മിച്ചെടുത്തത് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസകരമായി. അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലുള്ള ചെറിയ ചെറിയ റോഡുകൾ വീതി കൂട്ടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ആ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന ഏതൊരു വിഷയത്തിലും എൻ്റെ ഒരു സാന്നിധ്യവും കയ്യൊപ്പും ഞാൻ എല്ലാ കാലവും സംരക്ഷിച്ചു വന്നിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യത്തിലായാലും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എന്നെ അവർ ഒരു ജനപ്രതിനിധിയായി അംഗീകരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷത്തിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം മറ്റൊരു കൗൺസിലറായിരുന്നു. വീണ്ടും ഈ 2025 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടിയും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും വീണ്ടും മത്സരിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ LDFൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ വന്നത്. ഒരു കൂട്ടായ്മ അവിടെയുണ്ട്. ആ കൂട്ടായ്മയുടെ പ്രതിഫലനമാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം. ഈ സ്ഥാനാർത്ഥിത്വം വഴി ഇനിയും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ചെയ്ത കാര്യങ്ങൾ നിരവധിയായിട്ട് ഉള്ള കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വെളിച്ചവും വെള്ളവും അതുപോലെ തന്നെ പരിസര മലിനീകരണം മാറ്റലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 3 കാര്യവും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഏതൊരു ജനപ്രതിനിധിക്കും വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പം സാറ് പൊതുപ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തൊക്കെ സജീവമാണല്ലോ. അപ്പം പെട്ടെന്ന് എടുത്ത് പറയത്തക്ക ഒരു പ്രവർത്തനം സാറിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വരിക? 2018 നമ്മുടെ നാടിനെ നടുക്കിയ മഹാപ്രളയം. ആ പ്രളയത്തിൽ ഞാൻ ജീവിക്കുന്ന ആ വാർഡിൽ മുഴുവൻ വീടുകളിലും വെള്ളം കയറി. മുഴുവൻ ആളുകളെയും അന്ന് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച് ആ ക്യാമ്പിൽ അവരെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളോടുകൂടി അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ആവശ്യമായ ഭക്ഷണവും കിടക്കാനിടവും എല്ലാം നൽകി ആ ജനത്തെ ആകെ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജനപ്രതിനിധി എന്ന നിലയിലും ഒരു നാട്ടുകാരൻ എന്ന നിലയിലും
ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ അന്ന് കണ്ടത്. അതുപോലെ തന്നെയാണ് കോവിഡ് കാലത്ത് നമ്മൾ ലോകത്തെ തന്നെ നടുക്കിയ ആ കോവിഡ് ആ ദുരന്തത്തിലും ഈ ജനങ്ങളാകെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന സമയത്ത് അവർക്കൊരു കൈത്താങ്ങായി അവരോടൊപ്പം ഞാൻ നിന്നിട്ടുണ്ട്. ഇത്തവണ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്നുണ്ടല്ലോ, അതിലെ പ്രധാന കാര്യം എന്താണ് മനസ്സിലൊരു പ്ലാനിങ് ഉള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാർഡിലെ റോഡുകളെല്ലാം വളരെ ശോചനീയാവസ്ഥയിലാണ്. കടുവാളിൽ നിന്നും വല്ലത്തേക്ക് വരുന്ന വഴിയായാലും വല്ലം കവലയിൽ നിന്ന് റയോൺപുരത്തേക്ക് വരുന്ന വഴിയായാലും റയോൺപുരത്ത് നിന്ന് വല്ലംകടവ് പാലത്തിലേക്ക് വരുന്ന വഴിയായാലും എല്ലാം വളരെ ശോചനീയാവസ്ഥയിലാണ്. ഇതൊക്കെ PWD റോഡുകളാണ്. ഈ റോഡുകളെ സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതയോഗ്യമാക്കേണ്ട ആളുകൾ അത് യോഗ്യമാക്കിയിട്ടില്ല. അതുപോലെ തന്നെ കുറേ നീർച്ചാലുകൾ, ഈ നീർച്ചാല് മഴ പെയ്യുമ്പോൾ അവിടെ നിന്ന് ഒഴുകിപ്പോകേണ്ട വെള്ളം ഒഴുകിപ്പോകുന്നില്ല. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകളുണ്ട്. ഇതിനും പരിഹാരം കാണണം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം ഈ ഗതാഗത സൗകര്യങ്ങളും അതുപോലെ നീർച്ചാലുകളുടെ സുഗമമായ ഒഴുക്കും പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് വല്ലത്തെ സംബന്ധിച്ചിടത്തോളം, ഒന്നാം വാർഡിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അതുപോലെ തന്നെ അവിടെ കർഷകരുണ്ട്. കർഷകർക്ക് കുറേ കൂടെ അവരുടെ കൃഷി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് നമ്മുടെ ലിഫ്റ്റ് ഇറിഗേഷൻ കനാലിലൂടെ നന്നായി ജലസേചനം നടക്കേണ്ടതായിട്ടുണ്ട്. ആ ജലസേചനമാണ് വല്ലത്തെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം സ്രോതസ്സ്. അപ്പോൾ ആ കനാല് നന്നായി സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആ കനാല് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതും എൻ്റെ ഒരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പെരിയാറിൻ്റെ തീരത്താണ് ഈ വാർഡ് സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വല്ലം റെസ്റ്റ് ഹൗസ് ഉണ്ട്. പെരുമ്പാവൂർ നഗരസഭയുടെ റെസ്റ്റ് ഹൗസാണ് വല്ലം റെസ്റ്റ് ഹൗസ്. ആ റെസ്റ്റ് ഹൗസ് നന്നായി ഉപയോഗപ്പെടുത്തണം. അതിനുവേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെയാണ് വല്ലംകടവ് ഇന്ന് ചെളി കയറി കിടക്കുക. അവിടെ കുളിക്കാൻ സൗകര്യമില്ല. ആ ചെളി നീക്കം ചെയ്ത് അവിടെ കുളിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ കടവ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കൈകോർക്കുന്നവരെയാണ് ജനപ്രതിനിധിയായി ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. അപ്പം നമ്മളോടൊപ്പം മെട്രോ ന്യൂസ് ചാനലിലെ ജനമനസ്സിനൊപ്പം പരിപാടിയിലുണ്ടായിരുന്നത് പെരുമ്പാവൂർ നഗരസഭയിലെ വാർഡ് 1 മത്സരിക്കുന്ന VP ബാബു സാറാണ്. LDFിന്റെ സ്ഥാനാർത്ഥിയായിട്ട് റയോൺപുരം നോർത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. പെരുമ്പാവൂർ നഗരസഭയുടെ 1-ാം വാർഡിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. എനിക്ക് കുട അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പും ഇതോടൊപ്പം നൽകുകയാണ്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ.